നിങ്ങൾ ഈ മാധ്യമ വിചാരണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല, ഈ ന്യൂസ് ചാനൽസും മീഡിയാസും ഉണ്ടല്ലോ, ഇവര് ഒരാളുടെ സൈഡ് പിടിച്ചിട്ട് ഇന്ന ആൾ കുറ്റക്കാരാണ്, അതിപ്പോൾ കോടതിയും പറഞ്ഞിട്ടുണ്ടാവില്ല, പോലീസും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ സാഹചര്യം ഓരോ വാർത്തകളൊക്കെ കേട്ടിട്ട് ഇവർ തന്നെ പറയും ഇന്ന ആൾ കുറ്റക്കാരാണ്, അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. പണ്ട് ISROന്റെ ചാരക്കേസിൽ നമ്പി നാരായണനെ കുറിച്ചാണ് ബേസിക്കലി ഇങ്ങനത്തുള്ളൊരു മാധ്യമ വിചാരണയിൽ എക്സാമ്പിൾ ആയിട്ട് പറയുക. പക്ഷെ അതിനേക്കാളും കിടിലൊരു എക്സാമ്പിൾ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 2020 സുശാന്ത് സിംഗ് രജപുത്ത്, നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ആക്ടറാണ്. പുള്ളി സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടർ, ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ആള് എന്തിനാണ് ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നതെന്ന് അന്ന് ആർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാധ്യമങ്ങൾ എങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്തു. അതായത് സുശാന്തിന് തന്നെ ലോങ് ടേം ഗേൾഫ്രണ്ട് ആയിട്ടുള്ള റിയ ചക്രവർത്തി ഉണ്ടല്ലോ, പുള്ളിക്കാരിക്ക് കുറച്ച് ഷേഡി ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട്. ഈ ഡ്രഗ് കേസിൽ അങ്ങനത്തെ കുറച്ച് ഇവരുടെ ചാറ്റൊക്കെ കുറച്ച് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഉറപ്പിച്ചു റിയ ചക്രവർത്തി ഡ്രഗ്സ് കൊടുത്തിട്ടാണ് സുശാന്തിനെ കൊന്നത്. സുശാന്ത് സൂയിസൈഡ് ചെയ്യാനുള്ള മെയിൻ കാരണം റിയ ചക്രവർത്തിയാണ് എന്നും പറഞ്ഞ് ഈ നാട്ടിലുള്ള എല്ലാ മീഡിയ ചാനലും, നമ്മുടെ മലയാളികളൊന്നും അല്ല, ഹിന്ദിക്കാർ, ഈ നോർത്തിലുള്ള ടീംസ് മൊത്തം ഇറങ്ങി. പ്രത്യേകിച്ച് റൈറ്റ് വിങ്ങിന്റെ ആൾക്കാർ അർണബൊക്കെ ആർമാദിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത്. മുജേ ഡ്രഗ്സ് ദോ എന്ന് പറഞ്ഞിട്ടൊരു മീമൊക്കെ ഉണ്ട് അർണബിന്റെ. ആ മീമൊക്കെ ഈ റിയ ചക്രവർത്തിനെ കുറിച്ചുള്ളതാണ്. ആക്ച്വലി സുശാന്തിന് ജസ്റ്റിസ് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹാഷ്ടാഗും ക്യാമ്പയിൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ 5 കൊല്ലം ആയി ഇപ്പൊ മൊത്തത്തിൽ. അപ്പൊ ഈ 2025 മാർച്ചിൽ CBI ആണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അവസാനം CBI തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, റിയ ചക്രവർത്തിയും സുശാന്തിന്റെ സൂയിസൈഡുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു എവിഡൻസും ഇല്ല, ഒരു ഫൗൾ പ്ലേ നടന്നിട്ടില്ല, ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നിലും റിയ ചക്രവർത്തി പങ്കെടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഒരു റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് CBI. ഇപ്പം ഇത്രയും ന്യൂസ് ചാനലിൽ ഡിബേറ്റ് വന്നതും ഡിബേറ്റിന് വന്ന ആൾക്കാർ പറഞ്ഞ കുറ്റവും അതൊക്കെ എന്തായി? ഈ ന്യൂസുകളൊക്കെ ഇരുന്ന് കണ്ട നമ്മൾ ആരായി? നമ്മൾ മണ്ടന്മാരായി. ന്യൂസ് ചാനൽസിന് എന്ത് കിട്ടി? അവരുടെ റേറ്റിംഗ്സ് കൂടിയത് കാരണം അഡ്വർടൈസേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടി. മണ്ടന്മാരായത് ഇത് കണ്ടവർ മാത്രം. ഒരാളെ ഇത്രയും അപമാനിച്ചതിന് ഒരു മാപ്പ് പോലും ഒരാളും പറഞ്ഞിട്ടില്ല. അതാണ് വേറെ കോമഡി.